ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പം നമുക്ക് 3 പ്ലാന്റ് ഇത് അഗ്ലോണിമയും ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് രണ്ടും അഗ്ലോണിമയാണ്. പക്ഷേ അതിപ്പോൾ വന്നപ്പോൾ എല്ലാം പഴുത്ത ലീഫായി മാറിയിരിക്കുകയാണ്. അത് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയച്ചത്. അപ്പം 3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടിയത്. 5-6 ദിവസമായി ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഈ 3 പ്ലാന്റാണ് ഉള്ളത്. അപ്പോൾ ഇത് ഒരു വലിയ പ്ലാന്റാണ്. ഈ പച്ച കളറാണ് ഫുള്ളും വന്നിരുന്നത് കേട്ടോ. നല്ലൊരു പ്ലാന്റായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഈ കളറിലായിരിക്കുകയാണ്. നമുക്ക് അതിനെ ഒന്ന് ഞാനിപ്പോൾ പോട്ടുകളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പം 3 പ്ലാന്റ് ഉള്ളത് കൊണ്ട് 3 കവറിൽ ഞാൻ നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും പോട്ട് വാങ്ങിയാലും എനിക്ക് വയ്ക്കാനുള്ള സ്പേസും ഇല്ല. അപ്പോൾ പിന്നെ പ്ലാന്റ് ഇല്ലാതായി കഴിഞ്ഞാലും എനിക്ക് കവറങ്ങ് കളഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് നമുക്കിതിലൊന്നും ഞാൻ വളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഈ മണ്ണ് ഏതെന്ന് വെച്ചാൽ നമ്മുടെ താമരയെല്ലാം ഞാൻ മാറ്റിയ മണ്ണുണ്ടല്ലോ, അപ്പോൾ അതിൽ വളം ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ മണ്ണെല്ലാം ഞാൻ വലിയൊരു പോട്ടിൽ എടുത്ത് വച്ചേക്കുവാണ്. വലിയൊരു ടബിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ എല്ലാ പ്ലാന്റുകളും ഞാൻ നട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി താമര വയ്ക്കുവാണെങ്കിൽ മാത്രം മതിയല്ലോ. അപ്പം ഇതിൽ ഈ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഓർഡർ കൊടുത്തത്. അപ്പം ഇത് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചത് കാരണമാണ്. ഇതാണ് അഗ്ലോണിമ അല്ലേ. എനിക്കിതിൻ്റെ പേരുകളൊന്നും വലുതായിട്ട് അറിയില്ല. അഗ്ലോണിമയാണ്. ഈ കളറായിരുന്നു, നല്ല കളറായിരുന്നു കേട്ടോ. ഞാനിതിൽ കൊടുത്തേക്കാം, ഞാൻ വാങ്ങിയ പ്ലാന്റിൻ്റെ കളറ് ആഡ് ചെയ്തേക്കാം. പക്ഷേ നല്ല പ്ലാന്റായിരുന്നു, നല്ല ഹെൽത്തിയും ആയിരുന്നു. അത് ഈ അവസ്ഥയിലാണ് എനിക്കിപ്പോൾ ഇന്നാണ് കിട്ടിയത്. സ്പീഡ് പോസ്റ്റ് വഴിയാണ് കിട്ടിയത്. അപ്പോൾ ഒത്തിരി നല്ല വേരുകളൊക്കെ ഉണ്ട് കേട്ടോ. കവറ് തന്നെ ഇത് ശരിയാവത്തില്ല. പിന്നെ വേര് പിടിച്ചതിന് ശേഷം നല്ലതായിട്ട് വരുവാണെങ്കിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അതിൽ ഇനിയും കുറച്ചുകൂടെ മണ്ണ് ഇടേണ്ടിയുണ്ട്. എന്നാലേ നമുക്കത് വയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒത്തിരി അങ്ങ് വേര് ഉള്ള പ്ലാന്റാണ് കേട്ടോ, നല്ലവണ്ണം. അപ്പോൾ ഇതാണ്. അത് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ, പിന്നീട് ഞാൻ വെച്ച് കൊടുക്കാം. അതുപോലെ ഇതും ഒരു ചെറിയൊരു കവറാണ്. അതും ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ കവറിലൊന്നും നിൽക്കത്തില്ല, അതെനിക്കറിയാം. പക്ഷേ എനിക്കിപ്പോൾ ഇനി പോട്ടൊന്നും ഞാൻ വാങ്ങുന്നില്ല. ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ മാറ്റിയിട്ട് എനിക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കവറിലും കൂടി ഇത് വെച്ച് കൊടുക്കാം. 3 പ്ലാന്റ് എന്താ കവറിലാണ് നട്ടേക്കുന്നത്. ഇതൊരെണ്ണം നല്ല കളറായിരുന്നു കേട്ടോ. എന്താ കണ്ടോ, ഇത് രണ്ടും ഒന്നാണ്. ഇതൊരെണ്ണം ഇതാണ്. അങ്ങനെ 3 പ്ലാന്റാണ് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. പക്ഷേ സ്പീഡ് പോസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആയിപ്പോയത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ചതെല്ലാം കുറേയൊക്കെ ചീത്തയായി പോകുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റൽ കേസും എല്ലാം കൂടെ ആയത് കാരണം എനിക്കൊന്നും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ ബാൽസമൊക്കെ നാടൻ ബാൽസമൊക്കെ നല്ലതായിട്ട് തന്നെ വരുന്നുണ്ട്. എന്തൊക്കെയോ കടിച്ച് തിന്നുന്നുണ്ടെന്ന് തോന്നുന്നു ലീഫുകളൊക്കെ. അതിൽ ഒരല്പം വെയിലില്ലെങ്കിൽ പോലും പെട്ടെന്ന് വാടിപ്പോകും കേട്ടോ. ഇവിടെ വെള്ളം ഒഴിച്ചിട്ടില്ല, ഇതൊന്നും വാടിയതുപോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടതെല്ലാം വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ചപ്പോൾ അതെല്ലാം നല്ലവണ്ണം അടുത്ത ലീഫുകളും എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും ലീഫുകളൊക്കെ വന്ന് അത് വെയിൽ കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം അല്ലാതെ ഇവിടെ വെച്ചല്ലോ, അന്ന് കിട്ടിയതല്ല ഇവിടെയാണ് വെച്ചത്. പക്ഷേ കുറച്ച് വെയിൽ കിട്ടി. ഞാൻ ആമ്പലെല്ലാം മാറ്റിയിട്ട് വെച്ചതാണ്. അതുകൊണ്ട് അറിയില്ല, എന്തായാലും എനിക്ക് സ്പേസ് വേറെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയാണ് ഇങ്ങനെ വച്ചേക്കുന്നത്. ഏതൊക്കെ പിടിക്കുമെന്നുള്ളത് നോക്കാം. വെയിലായതുകൊണ്ടാണോ എന്നറിയില്ല ഇതിങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. പറഞ്ഞു തരണേ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ. പക്ഷേ അടുത്ത ലീഫ് വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട്. ഇതെല്ലാം നല്ലവണ്ണം പിടിക്കുന്നുണ്ട്. ഇത് തന്നെ എനിക്ക് ഉള്ളത് തന്നെയാണ്. റെഡ് ലിപ്സ്റ്റിക്കോ അതിൻ്റെ പിങ്കും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെയെല്ലാം നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും തന്നെയാണ്. ഇന്നിപ്പോൾ ആ ഒരു 3 കൂടെ വന്നതുകൊണ്ടാണ് എല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ നമ്മുടെ ബോഗൺവില്ല എല്ലാം ഈ ചട്ടി ശരിയാകുന്നില്ല കേട്ടോ. ഇതിലെല്ലാം ഇതാക്കണ്ട, ഇതെല്ലാം ഇങ്ങനെ വാടിപ്പോയി. ലീഫുകളെല്ലാം വാടിപ്പോകുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം നിൽക്കുന്നില്ല. അപ്പോൾ ഈ പോട്ട് ശരിയാകുന്നില്ല നമുക്കത്. അപ്പോൾ ഇനി അതെല്ലാം മാറ്റി വലിയ പോട്ടുകൾ വാങ്ങി വച്ചിട്ട് ആ ചെറിയ പോട്ടിനെ നമുക്കിതുപോലുള്ള പ്ലാന്റ്സുകൾ നടാനായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇത് കണ്ടോ,
എൻ്റെ ഓർക്കിഡ്. പക്ഷേ ചരിഞ്ഞ് കിടപ്പുണ്ട്. അതും ഒത്തിരി വാങ്ങി പോട്ടുകൾ വാങ്ങിയാൽ ഇനി സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഈ കളറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചൊരു സാധനമാണ്. ഇത് രണ്ടും വൈറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്നത്. ഞാൻ വളമൊക്കെ കൊടുത്തിട്ട് ഒരുപാട് നാളായി കേട്ടോ. ഇപ്പം വളമൊന്നും കൊടുക്കുന്നില്ല. എന്നാലും പാവം നല്ലോണം പൂക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് കാണാൻ വേണ്ടി. അപ്പോൾ ഇത് ഇനി വേറെ പോട്ടിലേക്ക് മാറ്റിയാലേ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ചരിഞ്ഞു പോയി. എൻ്റെ ഈ കമ്പുണ്ടല്ലോ, ഈ 3 സ്റ്റിക്കായിട്ട് വരുന്നുണ്ടല്ലോ തൂക്കിയിടാനുള്ളത്, അത് പൊട്ടിപ്പോയി. ഞാൻ കമ്പിയിലാണ് തൂക്കിയിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചരിഞ്ഞൊക്കെ കിടക്കുന്നത്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. മുകളിലത്തതൊക്കെ ഇന്നലെയൊക്കെ കാണിച്ചതാണല്ലോ. അപ്പോൾ ഈ പ്ലാന്റ്സ് നടുന്നത് കൊണ്ടാണ് ഇത് കാണിച്ചത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.